മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ് കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR Gold and Diamonds. ഹൃദയം തൊടുന്ന സുവർണ നിമിഷങ്ങൾ. MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. കരുവന്നൂർ ബാങ്ക് ഭരണസമിതി തെരഞ്ഞെടുപ്പിൽ CPM-ന് സമ്പൂർണ്ണ ജയം. ഭരണസമിതിയിലേക്കുള്ള 13 സീറ്റുകളിലും വിജയിച്ചത് CPM പ്രതിനിധികൾ. വേട്ടയാടലുകൾക്കും നുണപ്രചരണത്തിനുമെതിരെ സഹകാരികൾ നൽകിയ ചുട്ട മറുപടിയാണ് വിജയമെന്ന് CPM. ഡോക്ടർമാരുടെ സമരത്തിൽ തൃശൂർ മെഡിക്കൽ കോളേജിന്റെ പ്രവർത്തനം പ്രതിസന്ധിയിലായി. ശമ്പള പരിഷ്കരണം നടപ്പിലാക്കും വരെ സമരം തുടരുമെന്ന് KGMCTA. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങളിലേക്ക് കടന്ന കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വൈകാതെ ഉണ്ടാകുമെന്ന് സൂചന. അപ്രതീക്ഷിത മഴയിൽ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ കൃഷിനാശം. ബുധനാഴ്ച വരെ സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട മഴ തുടരുമെന്ന് മുന്നറിയിപ്പ്. ശക്തമായ കാറ്റിനും സാധ്യത. ഹൈന്ദവ ക്ഷേത്രങ്ങൾക്കും വേദപാഠശാലകൾക്കുമായി ഗുരുവായൂർ ദേവസ്വം നൽകിവരുന്ന ധനസഹായം ഉയർത്തണമെന്ന് ദേവസ്വം മന്ത്രി VN വാസവൻ. ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ സമഗ്ര വികസനത്തിനായുള്ള മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതിന് സ്വകാര്യ കമ്പനിയുമായി ധാരണയിലെത്തിയതായും മന്ത്രി. വാർത്തകൾ വിശദമായി. കരുവന്നൂർ ബാങ്ക് ഭരണസമിതി തെരഞ്ഞെടുപ്പിൽ CPM-ന് സമ്പൂർണ്ണ ജയം. ഭരണസമിതിയിൽ 13 അംഗങ്ങളും CPM പ്രതിനിധികളാണ്. 10 വർഷത്തിനു ശേഷമാണ് ബാങ്കിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. കോൺഗ്രസ് തിരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ചു. BJP-യും CPM-ഉം തമ്മിലായിരുന്നു മത്സരം. 7000-ഓളം വോട്ടർമാരാണ് അന്തിമ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിരുന്നത്. 13 അംഗ ഭരണസമിതിയിൽ 2 അംഗങ്ങൾ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. 3033 വോട്ടുകളാണ് പോൾ ചെയ്തത്. 1733 പാനൽ വോട്ടുകൾ LDF-ന് ലഭിച്ചു. വേട്ടയാടലുകൾക്കും നുണപ്രചരണത്തിനും കരുവന്നൂരിലെ സഹകാരികൾ നൽകിയ ചുട്ട മറുപടിയാണ് തെരഞ്ഞെടുപ്പിലെ LDF-ന്റെ വിജയമെന്ന് CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ പറഞ്ഞു. സംസ്ഥാന തലത്തിൽ കോൺഗ്രസും BJP-യും കരുവന്നൂർ പ്രശ്നം ഉയർത്തി വലിയ ദുഷ്പ്രചാരണം നടത്തുകയുണ്ടായി. കേന്ദ്ര അന്വേഷണ ഏജൻസിയായ ED CPM-നെതിരെ കള്ളക്കേസ് ചമയ്ക്കുകയും പാർട്ടി അക്കൌണ്ടുകൾ മരവിപ്പിക്കുകയും ചെയ്തു. എന്നാൽ കരുവന്നൂർ ബാങ്കിനെ സാധാരണ നിലയിൽ കൊണ്ടുവരാൻ ബാങ്കിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി ശക്തമായ ഇടപെടൽ നടത്തിയെന്ന് അബ്ദുൽ ഖാദർ പ്രസ്താവനയിൽ പറഞ്ഞു. 169.77 കോടി രൂപയുടെ നിക്ഷേപം ഇതിനകം സഹകാരികൾക്ക് തിരിച്ചു നൽകി. 152.55 കോടി രൂപയുടെ വായ്പ പിരിച്ചെടുക്കുന്നതിനും ബാങ്ക് കമ്മിറ്റിക്ക് കഴിഞ്ഞതായി അബ്ദുൽ ഖാദർ പറഞ്ഞു. ഡോക്ടർമാരുടെ സമരത്തിൽ തൃശൂർ മെഡിക്കൽ കോളേജിന്റെ പ്രവർത്തനം പ്രതിസന്ധിയിലായി. ശമ്പള പരിഷ്കരണം നടപ്പിലാക്കും വരെ സമരം തുടരുമെന്നാണ് ഡോക്ടർമാരുടെ സംഘടനയായ KGMCTA-യുടെ നിലപാട്. OP, അക്കാദമിക് ജോലികൾ, നേരത്തെ നിശ്ചയിച്ച ശസ്ത്രക്രിയകൾ തുടങ്ങിയവയിൽ നിന്ന് ഡോക്ടർമാർ വിട്ടുനിൽക്കുകയാണ്. എന്നാൽ വാർഡുകളിലും അത്യാഹിത വിഭാഗത്തിലും ICU-കളിലും സേവനം നൽകുന്നുണ്ട്. ക്യാൻസർ സർജറികളും അടിയന്തര ശസ്ത്രക്രിയകളും മുടക്കമില്ലാതെ നടത്തുന്നു. അതേസമയം OP ബഹിഷ്കരണം അടക്കമുള്ള സമരത്തിൽ രോഗികൾ വലയുകയാണ്. PG വിദ്യാർത്ഥികളുടെ സേവനം ഉപയോഗപ്പെടുത്തിയാണ് OP പ്രവർത്തിക്കുന്നത്. കൂടുതൽ രോഗികളും സീനിയർ ഡോക്ടർമാരുടെ സേവനം ലഭിക്കാതെ മടങ്ങുകയാണ്. OP-യിലെത്തുന്നവരുടെ എണ്ണത്തിലും കുറവുണ്ട്. ശസ്ത്രക്രിയകൾക്ക് പുതിയ രോഗികളെ ആശുപത്രിയിൽ കിടത്തുന്നില്ല. ശസ്ത്രക്രിയകൾക്ക് തീയതിയും നൽകുന്നില്ല. സമരം അക്കാദമിക് പ്രവർത്തനങ്ങളെ സാരമായി ബാധിച്ചു. ആരോഗ്യ സർവകലാശാലയുടെ ഇൻസ്പെക്ഷൻ ജോലികൾ മുടങ്ങിയിരിക്കുകയാണ്. സമരത്തിന്റെ അടുത്ത ഘട്ടമായി പരീക്ഷാ ജോലികൾ കൂടി ഡോക്ടർമാർ ബഹിഷ്കരിക്കുന്നതോടെ പ്രതിസന്ധി രൂക്ഷമാകും. പരീക്ഷാ നടത്തിപ്പും പരീക്ഷാഫലവും താമസിച്ചാൽ ദേശീയ തലത്തിൽ നടക്കുന്ന പ്രവേശന പരീക്ഷകളിൽ കേരളത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെ അവസരം നഷ്ടമാകും. സമരം ശക്തമാകുമ്പോഴും സർക്കാർ തലത്തിൽ ചർച്ചകൾക്കുള്ള നീക്കങ്ങൾ കാണുന്നില്ല. കഴിഞ്ഞ ദിവസം സംഘടനാ പ്രതിനിധികൾ മുഖ്യമന്ത്രിയെ കാണാൻ ശ്രമിച്ചെങ്കിലും അവസരം ലഭിച്ചില്ല. സമരം അവസാനിപ്പിച്ച ശേഷം ചർച്ചയെന്നാണ് സർക്കാർ നിലപാട്. TCV ന്യൂസ്, തൃശൂർ. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങളിലേക്ക് കടന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇതിന്റെ ഭാഗമായി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുതിർന്ന ഉദ്യോഗസ്ഥരുടെ സംഘം 2 ദിവസങ്ങളിലായി സംസ്ഥാനത്ത് സന്ദർശനം നടത്തും. സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ സംഘം വിലയിരുത്തും. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രതിനിധി സംഘം വോട്ടെടുപ്പിനുള്ള ഒരുക്കങ്ങൾ സംബന്ധിച്ച് വിവിധ തലങ്ങളിൽ പരിശോധിക്കുകയും മുതിർന്ന ഉദ്യോഗസ്ഥരുമായി ആശയവിനിമയം നടത്തുകയും ചെയ്യും. പ്രതിനിധി സംഘത്തിന് പിന്നാലെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരും സംസ്ഥാനം സന്ദർശിച്ചേക്കും. എന്നാൽ ഇതു സംബന്ധിച്ച തീയതി തീരുമാനിച്ചിട്ടില്ല. 2.69 കോടി വോട്ടർമാരുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള അന്തിമ വോട്ടർ പട്ടിക ശനിയാഴ്ച പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പ്. മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതായി കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു.
തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും ഭൂമധ്യരേഖയ്ക്ക് സമീപത്തുമുള്ള ഇന്ത്യൻ മഹാസമുദ്രത്തിനും മുകളിലായി പുതിയ ന്യൂനമർദ്ദം രൂപപ്പെട്ടു. ഇത് പടിഞ്ഞാറ് വടക്കുപടിഞ്ഞാറ് ദിശയിലേക്ക് നീങ്ങി കൂടുതൽ ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ വിലയിരുത്തൽ. ഭൂമധ്യരേഖയ്ക്ക് സമീപമുള്ള ഇന്ത്യൻ മഹാസമുദ്രത്തിനും അതിനോട് ചേർന്നുള്ള തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിനും മുകളിലായി സ്ഥിതി ചെയ്തിരുന്ന ചക്രവാത ചുഴി പുതിയ ന്യൂനമർദ്ദത്തിൽ ലയിച്ചു. ഇതിന്റെ സ്വാധീന ഫലമായി ഈ മാസം 25 വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. അപ്രതീക്ഷിത മഴയിൽ മാള മേഖലയിൽ കൃഷിനാശം. കൊയ്ത്ത് കഴിഞ്ഞ പാടശേഖരങ്ങളിലെ നെല്ലും വൈക്കോലും കനത്ത വേനൽ മഴയിൽ വെള്ളത്തിലായി. അന്നമനട പഞ്ചായത്തിലെ പാടശേഖരങ്ങളിൽ 80 ടണ്ണിലധികം നെല്ലാണ് വെള്ളത്തിലായത്. ദിവസങ്ങൾക്ക് മുൻപ് കൊയ്ത്തു കഴിഞ്ഞ് നെല്ലെടുക്കാൻ സിവിൽ സപ്ലൈസിനെ കാത്തിരിക്കുന്നതിനിടയിലാണ് എല്ലാം വെള്ളത്തിലായത്. ഇനി നനഞ്ഞ നെല്ല് വീണ്ടും ഉണക്കി മാത്രമേ മില്ലുകാർക്ക് കൊടുക്കാനാകൂ. ഇല്ലെങ്കിൽ തൂക്കത്തിൽ കിഴിവ് നൽകിയായിരിക്കും മില്ലുകാർ നെല്ലെടുക്കുക. വെള്ളത്തിലായ നെല്ല് കർഷകർ തൊഴിലാളികളെ കൊണ്ടുവന്ന് ഉയർന്ന സ്ഥലത്തേക്ക് മാറ്റി. ഇതിനായി വലിയ തുകയാണ് കർഷകർക്ക് ചെലവഴിക്കേണ്ടി വന്നത്. ഇന്ന് റോട്ടിൽ കയറ്റണം വിചാരിച്ച് നിന്നപ്പോഴേക്കാണ് നെൽത്ത മഴയത്താണ് ഇതുമാതിരി വെള്ളം നടന്ന് കെട്ടിയ വൈക്കോലും അതോടൊപ്പം തന്നെ നെല്ലും പിന്നെ വെള്ളത്തിലായത്. കൊയ്യാനാണെങ്കിൽ കുറച്ച് കിടക്കാണ് അവിടെ. ഒരു 3-5 ഏക്കറോളം ഇനിയും കൊയ്യാൻ കിടക്കാണ്. ഏകദേശം ഒരു 40 ഏക്കറോളം വരുന്ന ഒരു പടവാണിത്. അവർ നെല്ല് ദുരിതത്തിലായിക്കൊണ്ടാണ് നെല്ലത്തെ ആ വേനൽ മഴ ഇടശ്രദ്ധ പറ്റിയിരുന്നത്. അന്നമനട പഞ്ചായത്തിലെ മുണ്ടകൻ പാടശേഖരത്തിൽ 60 ടണ്ണോളം നെല്ലാണ് വെള്ളത്തിലായത്. കാച്ചാണി പാടശേഖരത്തിൽ 20 ടണ്ണോളം നെല്ല് പാടത്തുണ്ടായിരുന്നു. കർഷകർക്കുണ്ടായ നഷ്ടം പരിഹരിച്ചു നൽകാൻ കൃഷിവകുപ്പ് നടപടിയെടുക്കണമെന്ന് പാടശേഖരത്തിലെത്തിയ അന്നമനട പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത സജീവ് പറഞ്ഞു. വൈസ് പ്രസിഡന്റ് PD ജോസ്, വാർഡ് മെമ്പർ KK ബിനേഷ് എന്നിവരും പാടശേഖരത്തിലെത്തിയിരുന്നു. TCV ന്യൂസ്, മാള. കഴിഞ്ഞ രാത്രിയിലുണ്ടായ ശക്തമായ മഴയിൽ കൊടകര പഞ്ചായത്തിലെ നെൽകൃഷിക്ക് നാശം. കൊയ്ത്തിന് പാകമായ നെൽച്ചെടികളാണ് വെള്ളത്തിൽ മുങ്ങിയത്. മനക്കുളങ്ങര, അട്ടക്കുഴിപ്പാടം എന്നീ പാടശേഖരങ്ങളിലെ ഏക്കർ കണക്കിന് നിലത്തെ നെൽച്ചെടികളാണ് വെള്ളത്തിൽ വീണത്. മഴ തുടർന്നാൽ പാടശേഖരങ്ങളിലെ കൂടുതൽ വെള്ളക്കെട്ടുണ്ടാക്കുകയും വീണ് കിടക്കുന്ന നെൽച്ചെടികളിലെ കതിർമണികൾ മുളച്ച് നശിക്കാൻ ഇടയാവുകയും ചെയ്യുമെന്ന ആശങ്കയിലാണ് കർഷകർ. ഇന്നലത്തെ മഴയിൽ എല്ലാവരും നെല്ലും ആകെ വീണമ്പി പോവാണ്. ഇനി അത് കൊയ്താൽ അതിന്റെ ഒരു 4 ഭാഗമാണ് നമുക്ക് കിട്ടാൻ പോണത്. അതിന്റെ മേലൊന്നും കിട്ടാൻ പോണില്ല. വൈക്കോല് നശിക്കും, നെല്ലിന്റെ എന്തായാലും 3/4 ഭാഗം നശിച്ചു പോവാണ്. അപ്പൊ തന്നെ നോക്കുമ്പോൾ വലിയ ലാഭകരമല്ല ഇപ്പോഴത്തെ ഇതിലും കൃഷി. പാടത്ത് വെള്ളക്കെട്ട് രൂപപ്പെട്ടതോടെ കൊയ്ത്ത് യന്ത്രം ഇറക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ഉള്ളത്. ചെളിയിലിറങ്ങുന്ന തരത്തിലുള്ള യന്ത്രം എത്തിച്ച് കൊയ്ത്ത് നടത്തിയാൽ വൈക്കോൽ നഷ്ടപ്പെടുമെന്ന് കർഷകർ പറയുന്നു. അടുത്ത ഏതാനും ദിവസങ്ങൾ കൂടി വേനൽ മഴ തുടരുമെന്ന മുന്നറിയിപ്പ് കർഷക മനസ്സുകളിൽ ആശങ്കയുടെ കാർമേഘങ്ങൾ നിറയ്ക്കുകയാണ്. വിളഞ്ഞ നെല്ല് വെള്ളത്തിൽ വീണ പാടശേഖരങ്ങൾ കൊടകര കൃഷി ഓഫീസർ നയന താര സന്ദർശിച്ച് നാശനഷ്ടം വിലയിരുത്തി. മറ്റത്തൂർ പഞ്ചായത്തിലെ നൂലുവള്ളി പാടശേഖരത്തിൽ ശനിയാഴ്ച കൊയ്ത്ത് പൂർത്തിയായെങ്കിലും പാടത്ത് സൂക്ഷിച്ച വൈക്കോൽ നനഞ്ഞുപോയി. മഴ തുടർന്നാൽ ഈ വൈക്കോൽ നശിച്ചു പോകുമെന്ന ആശങ്കയിലാണ് ഇവിടത്തെ കർഷകർ. TCV ന്യൂസ്, കൊടകര. ഇടവേള. Ceramic Center, tiles, bath fittings, sanitary ware, wallpaper, wooden and SPC flooring, variety range of kitchen sinks, all in one roof. Ceramic Center. ഏറ്റവും ട്രെൻഡിംഗ് ഡിസൈനായ മൊറോക്കൻ ആത്തുക്കുടി ടൈൽസിന്റെ വിപുലമായ ശേഖരം. ഇവയെല്ലാം വേൾഡിലെ ടോപ്പ് ബ്രാൻഡിനൊപ്പം ബ്യൂട്ടിഫുൾ ഡിസൈനോട് കൂടി 40 വർഷത്തെ എക്സ്പീരിയൻസും വെൽ ട്രെയിൻഡ് സ്റ്റാഫുമുള്ള മോസ്റ്റ് ട്രസ്റ്റഡ് ഷോറൂം സെറാമിക് സെന്റർ. വിസിറ്റ് അവർ ഷോറൂം, എക്സ്പീരിയൻസ് ദ ഡിഫറൻസ്. സെറാമിക് സെന്റർ, ശങ്കരായ റോഡ്, നിയർ വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. അഭിനയിക്കുമ്പോഴെങ്കിലും കുറച്ച് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കടാ. ഓ, ഈ സാറന്നെ ഫുള്ളി നാച്ചുറലാ? ആടാ, ഫുള്ളി നാച്ചുറലാ. ഹരിത പേസ്റ്റ് നാച്ചുറൽ, ഹരിത സോപ്പ് ഇതും നാച്ചുറൽ. ഇത് ലതിക പേസ്റ്റ്, ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ, അപ്പക്കുട്ടനുണ്ട് ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം, ശരിക്കും നാച്ചുറൽ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ചില യാത്രകൾ, ചില ഒത്തുചേരലുകൾ, ചില സമ്മാനങ്ങൾ, ഇതെല്ലാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാവുമ്പോഴാണ് അത് കൂടുതൽ മനോഹരമാകുന്നത്. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ.
വാർത്തകൾ തുടരുന്നു. സംസ്ഥാനത്തെ ഹൈന്ദവ ക്ഷേത്രങ്ങൾക്കും വേദപാഠശാലകൾക്കുമായി ഗുരുവായൂർ ദേവസ്വം നൽകിവരുന്ന ധനസഹായം 10 കോടിയിൽ നിന്ന് 20 കോടിയായി ഉയർത്തണമെന്ന് മന്ത്രി വി എൻ വാസവൻ. ഗുരുവായൂർ ദേവസ്വം പൂന്താന ദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച സാംസ്കാരിക സമ്മേളനവും ഹൈന്ദവ ക്ഷേത്രങ്ങൾക്കുള്ള ധനസഹായ വിതരണവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ദേവസ്വത്തിലെ വികസന പ്രവർത്തനങ്ങൾക്കായി കമ്മീഷണറുടെ അനുമതിയില്ലാതെ ഭരണസമിതിക്ക് ചെലവഴിക്കാനുള്ള തുക 50,000 രൂപയിൽ നിന്ന് 5 ലക്ഷം രൂപയാക്കി ഉയർത്തി. ദേവസ്വം ഭരണസമിതി അംഗങ്ങൾക്ക് ഓണറേറിയം നൽകാനും തീരുമാനിച്ചു. ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ സമഗ്ര വികസനത്തിനായുള്ള മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതിന് L&T കമ്പനിയുമായി ധാരണയായിട്ടുണ്ട്. ക്യൂ കോംപ്ലക്സ് പൂർത്തിയാകുന്നതുവരെ ക്ഷേത്ര ദർശനം വേഗത്തിലാക്കാൻ ഫേസ് ആപ്പ് സംവിധാനം നടപ്പിലാക്കുമെന്ന് മന്ത്രി പറഞ്ഞു. ദേവസ്വത്തിന്റെ ജ്ഞാനപാന പുരസ്കാരം പ്രൊഫസർ വി മധുസൂദനൻ നായർക്കും വൈക്കം രാമചന്ദ്രനും മന്ത്രി സമ്മാനിച്ചു. പൂന്താനം ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ അധ്യക്ഷനായി. NK അക്ബർ MLA, ഗുരുവായൂർ നഗരസഭാ ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ ശ്രീ വടക്കുന്നാഥൻ ക്ഷേത്ര മൈതാനത്തിന്റെ നവീകരിച്ച ചുറ്റുമതിലിന്റെ സമർപ്പണവും വൈദ്യുതി വിളക്കുകളുടെ സ്വിച്ച് ഓൺ കർമ്മവും ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ നിർവഹിച്ചു. വടക്കുന്നാഥ ക്ഷേത്ര മൈതാനം കൂടുതൽ വികസിപ്പിക്കുന്നതിനാവശ്യമായ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാൻ ബോർഡ് മുൻകൈയെടുക്കണമെന്ന് മന്ത്രി പറഞ്ഞു. ലോകപ്രശസ്തമായ ആ പൂരം ഏറ്റവും വർണ്ണാഭമാക്കി മാറ്റുന്ന ദൗത്യം ഏറ്റെടുക്കുന്നത് ഈ പൂരനഗരിയായ ഈ ക്ഷേത്ര മൈതാനമാണ്. അതിൻ്റെ മനോഹാരിത ഏറ്റവും ഉയർന്ന രൂപത്തിൽ എല്ലായ്പ്പോഴും ഉയർത്തിപ്പിടിക്കുന്നു. അതിന് സഹായകരമായി ഭാവിയിലും വിദേശികളും സ്വദേശികളുമായ വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ ഒഴുകിയെത്താൻ കഴിയുന്ന ഒരു പിൽഗ്രിം ടൂറിസ്റ്റ് സെൻറ്റർ എന്ന രൂപത്തിലേക്ക് ഈ ക്ഷേത്രവും ഒപ്പം ഈ മൈതാനവും എല്ലാം വളർന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇതിനിയും കൂടുതൽ ആകർഷകത്വം ഉറപ്പാക്കാൻ സഹായിക്കുന്ന വൈവിധ്യങ്ങളായ വർണ്ണ ഉള്ളടക്കങ്ങൾ ഇനിയും ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയും. അതിന് വിശദമായ ഒരു പ്ലാൻ തയ്യാറാക്കി നമ്മൾ ഇതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ ബോർഡ് മുൻകൈയെടുക്കണമെന്നാണ് വിനയപൂർവ്വം അഭ്യർത്ഥിക്കാനുള്ളത്. അത്തരത്തിൽ വന്നാൽ ഒരിക്കലും കാലവും ചരിത്രമുള്ള ഒരു കാലം ഈ മൈതാനം എന്നും നമ്മുടെ ചരിത്ര ഏടുകളിൽ സ്ഥാനം പിടിച്ച് ഇവിടെ എത്തിച്ചേരുന്ന എല്ലാ വിനോദസഞ്ചാരികൾക്കും അതോടൊപ്പം തന്നെ പിൽഗ്രിം ടൂറിസ്റ്റ് സെൻറ്റർ എന്ന രൂപത്തിൽ എത്തിച്ചേരുന്ന എല്ലാ വിശ്വാസികൾക്കും അത് എല്ലായ്പ്പോഴും അവരുടെ മനസ്സിലും മസ്തിഷ്കത്തിലുമെല്ലാം ഒരു കുളിർമയേകുന്ന ഏറ്റവും മനോഹാരിത ഉറപ്പാക്കുന്ന സങ്കേതമാണ്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ, കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് TR ഹിരൺ, ഡിവിഷൻ കൌൺസിലർ പൂർണിമ സുരേഷ്, കൊച്ചിൻ ദേവസ്വം ബോർഡ് അംഗം അഡ്വക്കേറ്റ് KP അജയൻ, പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി G രാജേഷ്, തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി K ഗിരീഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. മാളയിൽ ശക്തമായ കാറ്റിലും മഴയിലും വീടിന് മുകളിലേക്ക് തെങ്ങ് വീണു. കൂനംപറമ്പ് മൊത്തയിൽ വീട്ടിൽ ലീലയുടെ ഓടുമേഞ്ഞ വീട് ഭാഗികമായി തകർന്നു. ആർക്കും പരിക്കില്ല. ശബ്ദം കേട്ട് വീട്ടിലുണ്ടായിരുന്നവർ പുറത്തേക്കോടി രക്ഷപ്പെടുകയായിരുന്നു. ഉത്രാളിക്കാവിൽ മിനി പൂരം അരങ്ങേറി. 3 ദേശങ്ങളും ചേർന്നുള്ള ഏകോപന സമിതിയാണ് മിനി പൂരം ഒരുക്കിയത്. വൈകിട്ട് പടിഞ്ഞാറെ ആൽത്തറയ്ക്ക് സമീപം തൃപ്പങ്ങോട്ട് പരമേശ്വരന്മാരാരുടെ പ്രമാണത്തിൽ പാണ്ടിമേളം അരങ്ങേറി. 100ഓളം വാദ്യകലാകാരന്മാർ അണിനിരന്ന പാണ്ടിമേളം 2 മണിക്കൂറോളം നാദവിസ്മയം തീർത്തു. തുടർന്നായിരുന്നു സാമ്പിൾ വെടിക്കെട്ട്. ചൊവ്വാഴ്ചയാണ് പ്രസിദ്ധമായ ഉത്രാളിക്കാവ് പൂരം. തിരുവല്ലോമല കൊണ്ടാഴി പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന കുത്താമ്പുള്ളി കൊണ്ടാഴി പാലം ഉദ്ഘാടനത്തിന് തയ്യാറെടുക്കുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ഡ്രൈനേജിന്റെ സ്ലാബ് തകർന്ന നിലയിൽ. അശാസ്ത്രീയ നിർമ്മാണമാണ് തകരാൻ കാരണമെന്ന ആരോപണം ഉയർന്നിട്ടുണ്ട്. 34.5 കോടി മുടക്കിയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയത്. കഴിഞ്ഞ ദിവസം പെയ്ത മഴവെള്ളം ഡ്രൈനേജ് വഴി ഒഴുകിപ്പോയപ്പോഴേക്കും സ്ലാബുകൾ തകർന്നു വീഴുകയായിരുന്നു. മറിഞ്ഞു വീണ സ്ലാബുകളിൽ ഒന്നിലും കോൺക്രീറ്റ് കമ്പികൾ ഉണ്ടായിരുന്നില്ല. കുത്താമ്പുള്ളി കൊണ്ടാഴി പാലത്തിന്റെ നിർമ്മാണത്തിൽ വ്യാപകമായ അഴിമതി നടന്നതായി BJP തിരുവല്ലോമല പഞ്ചായത്ത് കമ്മിറ്റി ആരോപിച്ചു. തകർന്നു വീണ 10ഓളം സ്ലാബുകളിൽ ഒന്നിലും ഇരുമ്പ് കമ്പികളില്ലെന്ന് നേരിട്ടുള്ള പരിശോധനയിൽ വ്യക്തമായിട്ടുണ്ട്. നിർമ്മാണത്തിൽ അപാകത ഉണ്ടെന്നും അന്വേഷണം നടത്തണമെന്നും BJP ജില്ലാ വൈസ് പ്രസിഡന്റ് K ബാലകൃഷ്ണൻ, പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ജയപ്രകാശ്, പഞ്ചായത്ത് പ്രസിഡന്റ് കൃഷ്ണപ്രസാദ് എന്നിവർ ആവശ്യപ്പെട്ടു.
പുതുക്കാട് കുറുമാലിക്കാവ് ഭഗവതി ക്ഷേത്ര പരിസരത്ത് കുരങ്ങ് ശല്യം രൂക്ഷം. ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടിയ ദേവസ്വം സെക്യൂരിറ്റി ജീവനക്കാരന് വീണ് പരിക്കേറ്റു. കുംഭഭരണി ആഘോഷത്തിന്റെ ഭാഗമായി സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി പേരാണ് ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്നത്. ആളുകൾക്ക് നേരെ കുരങ്ങ് ചാടി വരുന്നത് കണ്ട് ഇവർ ഓടി രക്ഷപ്പെടുകയായിരുന്നു. കുരങ്ങനെ പിടികൂടാനായില്ല. 1 മാസത്തിലേറെയായി നന്ദിക്കര കുറുമാലി പ്രദേശത്ത് കുരങ്ങ് ശല്യമുണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞു. പാടൂരിൽ ഉത്സവത്തിന് എഴുന്നള്ളിച്ച ആനയുടെ കാൽ ചുവട്ടിലിരുന്ന് നോമ്പു തുറക്കുന്ന ആനപ്പാപ്പാന്റെ വീഡിയോ സാമൂഹ്യമാധ്യമങ്ങളിൽ വൈറലായി. വെങ്കിടങ്ങ് പാടൂർ പുതുക്കാവ് ക്ഷേത്രോത്സവത്തിന് എഴുന്നള്ളിച്ച അക്കരമേൽ ശേഖരൻ എന്ന ആനയുടെ ഉടമയും 1-ാം പാപ്പാനുമായ കോഴിക്കോട് താമരശ്ശേരി സ്വദേശി സൈനുദ്ദീനാണ് ആനയുടെ കാൽച്ചൂട്ടിലിരുന്ന് നോമ്പു തുറന്നത്. ക്ഷേത്ര കമ്മിറ്റിക്കാരുടെ കരുതലും സ്നേഹവുമായിരുന്നു ആ മുസ്ലിം സഹോദരന്റെ നോമ്പു തുറയ്ക്ക് പിന്നിൽ. പാടൂർ ഗ്രാമിക എന്ന ഉത്സവ കമ്മിറ്റിക്ക് വേണ്ടിയാണ് സൈനുദ്ദീൻ ആനയുമായി എഴുന്നള്ളിപ്പിനെത്തിയത്. ക്ഷേത്ര കമ്മിറ്റിക്കാർ വൈകിട്ട് 6:28 നോമ്പു തുറക്കുന്ന സമയം നോക്കി ഭക്ഷണവും വെള്ളവും എത്തിച്ചത് സൈനുദ്ദീൻ അത്ഭുതമായി. രാത്രി കൂട്ടി എഴുന്നള്ളിപ്പും കഴിഞ്ഞ് കമ്മിറ്റിക്കാരോട് പ്രത്യേകം നന്ദിയും പറഞ്ഞാണ് സൈനുദ്ദീനും ഒപ്പമുള്ളവരും മടങ്ങിയത്. TCV ന്യൂസ്, പാവറട്ടി. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകൾ തുടരുന്നു. കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ മീനഭരണി ആഘോഷത്തിന്റെ വരവറിയിച്ചുകൊണ്ടുള്ള ചെറുഭരണി കൊടിയേറ്റം തിങ്കളാഴ്ച നടക്കും. പരമ്പരാഗത അവകാശികളായ മലയൻ തട്ടാൻ സമുദായത്തിലെ കാവിൽ വീട്ടിൽ കുടുംബാംഗങ്ങൾ ദേവിക്ക് പട്ടും താലിയും സമർപ്പിക്കുന്നതോടെ ക്ഷേത്രാങ്കണത്തിൽ വേണാടൻ കൊടികൾ ഉയരും. ചെറുഭരണി കൊടിയേറ്റത്തിന് മുന്നോടിയായി വലിയ തമ്പുരാന്റെ അനുമതി വാങ്ങുന്ന ചടങ്ങ് നടന്നു. കാവിൽ വീട്ടിൽ ആനന്ദനും അനന്തരാവകാശി ശിവകുമാറും കോട്ടക്കോവിലകത്തെത്തി വലിയ തമ്പുരാൻ കുഞ്ഞുണ്ണി രാജയുടെ അനുഗ്രഹം തേടി. കാവിൽ വീട്ടിൽ പ്രതിനിധികൾക്ക് വലിയ തമ്പുരാൻ പരമ്പരാഗത ചിഹ്നമായ പവിഴമാലകൾ കൈമാറി. ഈ മാലയണിഞ്ഞാണ് ഇവർ ദേവിക്ക് പട്ടും താലിയും സമർപ്പിക്കാനെത്തുക. ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രം മാനേജർ കെ വിനോദ്, CK ശേഖരൻ, ഉപദേശക സമിതി പ്രസിഡന്റ് KK ഭരതൻ, സെക്രട്ടറി V സന്തോഷ് എന്നിവർ നേതൃത്വം നൽകി. മണലൂർ പാലാഴിയിലെ പ്രാഥമികാരോഗ്യ കേന്ദ്രം തുറന്നുകൊടുത്തെങ്കിലും അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ ജീവനക്കാരും നാട്ടുകാരും. 1971 സ്ഥാപിച്ച ആരോഗ്യ കേന്ദ്രത്തിന്റെ മേൽക്കൂര തകർന്നതിനെ തുടർന്ന് 2022 ആരോഗ്യ കേന്ദ്രം അടച്ചിരുന്നു. ഇതോടെ പ്രദേശവാസികൾ 3 കിലോമീറ്റർ അകലെയുള്ള സർക്കാർ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെത്തിയാണ് ചികിത്സ തേടിയിരുന്നത്. തുടർന്ന് പുതിയ കെട്ടിടത്തിനായി മുരളി പെരുന്നെല്ലി MLAയുടെ ഫണ്ടിൽ നിന്ന് 25 ലക്ഷം രൂപയും ദേശീയ ഗ്രാമീണ ആരോഗ്യ പദ്ധതിയിൽ നിന്ന് ട്രസ് വർക്കിനായി 7 ലക്ഷം രൂപയും അനുവദിച്ചു. എന്നാൽ ശോച്യാവസ്ഥയിലുള്ള കെട്ടിടം പൊളിച്ചു മാറ്റുന്നതിനായുള്ള ആരോഗ്യവകുപ്പ് ഡയറക്ടറുടെ നിർദ്ദേശം വൈകിയതോടെ നിർമ്മാണം വീണ്ടും നീണ്ടുപോയി. പിന്നീട് 2024 കെട്ടിട നിർമ്മാണം പൂർത്തീകരിച്ചത്. ഇതോടെ MLA ഫണ്ടിൽ നിന്നും അനുവദിച്ച പണവും തീർന്നു. പിന്നീട് ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ചാണ് വൈദ്യുതീകരണം പോലും പൂർത്തിയാക്കിയത്. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുൻപായി ഉദ്ഘാടനവും നടത്തി. എന്നാൽ കുടിവെള്ളത്തിനും പ്രാഥമിക ആവശ്യങ്ങൾക്കും അയൽ വീട്ടുകാരെ ആശ്രയിക്കേണ്ട അവസ്ഥയാണ് ഇവിടെ എത്തുന്നവർക്കുള്ളതെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KK പ്രകാശൻ പറഞ്ഞു. ഇവിടുത്തെ പ്രാഥമികമായുള്ള ഒരു ആരോഗ്യ കേന്ദ്രം വളരെ കാലങ്ങളായി അനാസ്ഥയുടെ വക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്. ആരോഗ്യ കേന്ദ്രത്തിൽ ജീവനക്കാരോ ഡോക്ടർമാരോ എത്തുന്നില്ല. ഇവിടെ ശുദ്ധമായ ജലമുള്ള ഒരു കിണറുണ്ടായിരുന്നു. അതിങ്ങനെ ഉപയോഗശൂന്യമായി വളരെ അനാസ്ഥയായി കിടക്കുകയാണ്. ഈ കെട്ടിടത്തിൻ്റെ പണിയും പൂർണ്ണമായും കഴിഞ്ഞിട്ടില്ല. ഈ വരുന്ന തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി ഒരു തല്ലിക്കൂട്ടി തിരക്ക് പിടിച്ച് ഒരു ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞു. പക്ഷേ അത് ജനങ്ങൾക്ക് അതിൻ്റെ ഗുണത്തിലെത്താൻ കഴിഞ്ഞിട്ടില്ല. എത്രയും വേഗം ഇതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് ഉപയോഗപ്രദമായ രീതിയിൽ തുറന്നു കൊടുക്കാനുള്ളൊരു നടപടി ഉണ്ടാകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. TCV തൃപ്രയാർ. മലയാറ്റൂർ കുരിശുമുടി തീർത്ഥാടനത്തിന് തുടക്കമായി. മലയാറ്റൂർ മഹാ ഇടവകയുടെ നേതൃത്വത്തിൽ രാവിലെ മല കയറി.
അടിവാരത്ത് തോമാശ്ലീഹായുടെ രൂപത്തിന് മുന്നിൽ നടന്ന പ്രാർത്ഥനാ ശുശ്രൂഷകൾക്ക് ഫാദർ ജോസ് ഒഴലക്കാട്ട് കാർമ്മികത്വം വഹിച്ചു. 200 രാജ്യങ്ങളുടെ പതാകകളുടെ പേരുകൾ പറഞ്ഞ് അന്താരാഷ്ട്ര റെക്കോർഡ് നേടി 4 വയസ്സുകാരൻ. വരന്തരപ്പള്ളി സ്വദേശി മിവാനാണ് കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇത്രയേറെ രാജ്യങ്ങളുടെ പേര് പറഞ്ഞ് വിസ്മയിപ്പിക്കുന്നത്. വരന്തരപ്പള്ളി വടക്കുമുറി മേപ്പാടത്ത് മനോജിന്റെയും അമൃതയുടെയും ഏകമകനാണ് മിവാൻ. ദുബായിൽ താമസം. 3-ാം വയസ്സിലാണ് മകൻ രാജ്യങ്ങളുടെ പേരുകൾ പറയുന്നത് മാതാപിതാക്കളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. പിന്നീട് വീട്ടുകാർക്ക് അതൊരു കൗതുകമായി മാറി. രാജ്യങ്ങളുടെ പതാകകൾ അടങ്ങിയ പുസ്തകങ്ങളും മൊബൈൽ ഫോണിൽ ചിത്രങ്ങളും കാണിച്ചു കൊടുത്തു. ദിവസങ്ങൾക്കുള്ളിൽ 50-ലേറെ പതാകകൾ തിരിച്ചറിഞ്ഞ് പേരുകൾ പറഞ്ഞു തുടങ്ങിയതോടെ ആശ്ചര്യമായതായി അമ്മ അമൃത പറഞ്ഞു. 3 വയസ്സ് തൊട്ടാണ് മിവാൻ ഇങ്ങനെ ഫ്ലാഗിനെ പറ്റിയിട്ട് കുറച്ച് ഇൻട്രസ്റ്റ് കാണിക്കണം. ഞാനൊരു കുഞ്ഞിലെ നമ്മൾ പുസ്തകങ്ങളൊക്കെ കൊടുക്കുമ്പോൾ അതിൽ ഫ്ലാഗുകളൊക്കെ പെട്ടെന്ന് പഠിച്ചെടുക്കണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഗ്രാസ് ഉണ്ടെന്ന് മനസ്സിലായപ്പോൾ കുറച്ചും കൂടെ ഫ്ലാഗ്സ് ഉള്ള ബുക്കുകൾ, അതുപോലെ യൂട്യൂബിലെ വീഡിയോസ്, ഫ്ലാഗ് ക്യൂസ് ഒക്കെ വെച്ച് കൊടുത്തപ്പോൾ പെട്ടെന്ന് പഠിക്കുന്നുണ്ടായിരുന്നു. ബഹാമസ്, അസർബൈജാൻ, ഓസ്ട്രേലിയ, അർമേനിയ, അർജന്റീന. 4-ാം വയസ്സിലെത്തിയപ്പോഴേക്കും മിവാൻ 200 രാജ്യങ്ങളുടെ പതാകകൾ കണ്ട് പേര് പറഞ്ഞു തുടങ്ങി. പതാകകളുടെ ചിത്രങ്ങൾ ലാപ്ടോപ്പിലാക്കി മിവാന്റെ മുന്നിൽ വെച്ചാൽ നിമിഷ നേരം കൊണ്ട് അവയുടെ പേരുകൾ തെറ്റാതെ പറയും. മകന്റെ കഴിവ് തിരിച്ചറിഞ്ഞ മാതാപിതാക്കൾ ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സിലേക്ക് അപേക്ഷിച്ചു. 4 മിനിറ്റും 19 സെക്കൻഡുമുള്ള വീഡിയോയാണ് അപേക്ഷയോടൊപ്പം അയച്ചു കൊടുത്തത്. ഈ കുഞ്ഞു പ്രായത്തിൽ മിവാന് ലഭിച്ച ലോക റെക്കോർഡിലെ അഭിമാനവും സന്തോഷവും പങ്കുവെക്കുകയാണ് വീട്ടുകാർ. നിരവധി ആളുകളാണ് ഓരോ ദിവസവും മിവാനെ കുറിച്ചറിഞ്ഞ് അഭിനന്ദിക്കാനായി എത്തുന്നത്. TCV പുതുക്കാട്. എയ്യാൽ മൂച്ചിക്കൽ ഉപ്പാപ്പ മഖാം പള്ളിയിൽ മോഷണം. ഭണ്ഡാരങ്ങൾ കുത്തിത്തുറന്ന് പണം കവർന്നു. മഖാമിന് മുന്നിൽ സ്ഥാപിച്ചിട്ടുള്ള ഭണ്ഡാരവും ഉള്ളിലുള്ള ഭണ്ഡാരവുമാണ് കുത്തിപ്പൊളിച്ചിട്ടുള്ളത്. മഖാമിന്റെ വാതിൽ കുത്തിത്തുറന്നാണ് മോഷ്ടാവ് ഉള്ളിൽ കയറിയത്. ഭണ്ഡാരം പുറത്തെടുത്ത് കുത്തിത്തുറന്ന് മഖാമിന് മുന്നിലുള്ള കിണറ്റിലിട്ടിട്ടുണ്ട്. കഴിഞ്ഞ മാസം ഉറൂസിന് ഭണ്ഡാരം തുറന്ന് പണമെടുത്തിരുന്നു. 5000 രൂപയിലധികം നഷ്ടപ്പെട്ടിരിക്കാമെന്ന് കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. ചെറുതുരുത്തി മേഖലയിൽ തെരുവുനായ ശല്യം രൂക്ഷം. കഴിഞ്ഞ ദിവസം 2 വയസ്സുള്ള കുഞ്ഞിനടക്കം 4 പേർക്ക് തെരുവുനായയുടെ കടിയേറ്റിരുന്നു. വള്ളത്തോൾ പഞ്ചായത്തിലെ വെട്ടിക്കാട്ടിരി താഴപ്ര സ്വദേശികളായ സൽമാൻ, ചങ്ങണിക്കുന്നത്ത് അൽതാഫ് അസീസ്, പടിഞ്ഞാറൻ കുന്നത്ത് ഐഷ, 2 വയസ്സുള്ള റയാൻ എന്നിവർക്കാണ് കടിയേറ്റത്. 4 പേരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് പുതുശ്ശേരി മേഖലയിൽ തെരുവുനായ്ക്കളുടെ ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റിരുന്നു. വള്ളത്തോൾ നഗർ പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ തെരുവുനായ ശല്യം രൂക്ഷമാണ്. രാത്രികാലങ്ങളിൽ ഇരുചക്രവാഹനങ്ങളുടെ പുറകിലൂടെ നായ്ക്കൾ ഓടുന്ന അവസ്ഥയും നിത്യസംഭവമാണ്. കുന്നംകുളം തൃശൂർ റോഡിൽ നടപ്പാത കയ്യേറിയ നിലയിൽ. വഴിയോര തട്ടുകടകളാണ് കാൽനട യാത്രക്കാർക്ക് ദുരിതമാകുന്നത്. നടപ്പാതയുടെ വലിയൊരു ഭാഗം കയ്യേറി സ്ഥാപിച്ച തട്ടുകടയുടെ കസേരകളും മേശകളും യാത്രക്കാരുടെ സ്വതന്ത്ര സഞ്ചാരത്തിന് തടസ്സമാകുന്ന നിലയിലാണ്. ഇതിന്റെ ഫലമായി കാൽനട യാത്രക്കാർ റോഡിലേക്ക് ഇറങ്ങി നടക്കേണ്ട സാഹചര്യം ഉണ്ടാവുകയും ഇത് അപകട സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു. പരാതിപ്പെട്ടിട്ടും നഗരസഭാധികൃതർ നടപടിയെടുക്കുന്നില്ലെന്ന ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. അന്തിക്കാട്, മാങ്ങാട്ടുകര പ്രദേശങ്ങളിൽ നാടോടി സ്ത്രീകൾ സംഘടിതമായി മോഷണം നടത്തി. പുതുമനക്കര നൌഷാദിന്റെ വീട്ടിൽ നിന്ന് ചെമ്പുപാത്രങ്ങൾ, പുതുമനക്കര ഷംസുദ്ദീന്റെ വീട്ടിൽ നിന്ന് ഇരുമ്പ് സാമഗ്രികൾ എന്നിവ മോഷണം പോയി. സമീപ പ്രദേശത്തെ വീടുകളിലുള്ളവർ വിവരമറിഞ്ഞെത്തിയതോടെ നാടോടി സ്ത്രീകൾ വസ്ത്രം സ്വയം ഉരിഞ്ഞും കുപ്പിച്ചില്ലുകൊണ്ട് വയറിൽ കുത്താൻ ശ്രമിച്ചും പ്രദേശവാസികളെ അകറ്റി. മോഷ്ടിച്ചവയിൽ ചിലത് പറമ്പിൽ ഉപേക്ഷിച്ചെങ്കിലും ഭൂരിഭാഗം സാധനങ്ങളുമായാണ് ഇവർ ഓടിപ്പോയത്. വേനൽ മഴയിൽ തോട്ടപ്പടി തെക്കേയഞ്ചേരി ക്രിസ്റ്റഫർ നഗറിലെ വീടുകളിൽ വെള്ളം കയറി. പൊതുമരാമത്ത് വകുപ്പിന്റെ റോഡിന്റെ കിഴക്കുഭാഗത്ത് കാന നിർമ്മിക്കാത്തത് മൂലമാണ് വെള്ളം കയറിയത്. റോഡ് പണി നടക്കുന്ന സമയത്ത് നിരവധി തവണ നാട്ടുകാർ ഈ വിഷയം ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. എന്നാൽ അധികൃതർ ചെവിക്കൊണ്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു. പ്രശ്നപരിഹാരത്തിന് നടപടി സ്വീകരിക്കുമെന്ന് ഡിവിഷൻ കൌൺസിലർ പ്രവീൺ ലാൽ അറിയിച്ചു. തൃശൂരിൽ നടക്കുന്ന നാഷണൽ സർവീസ് സ്കീമിന്റെ പ്രഥമ സംസ്ഥാന കലോത്സവത്തിന് സമാപനം. പ്രധാന വേദിയായ ടൗൺ ഹാൾ, ചെമ്പൂക്കാവ് MTI, ഫൈൻ ആർട്സ് കോളേജ് ഉൾപ്പെടെ നഗരത്തിലെ 10ഓളം വേദികളിലായിരുന്നു കലോത്സവം നടന്നത്. ഇന്നത്തെ സ്വർണ്ണനിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ്. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
പള്ളിക്കുളം റോഡ് തൃശൂർ, സുൽത്താൻപേട്ട് റോഡ് പാലക്കാട്. സ്വർണം ഗ്രാമിന് 14,600 രൂപ, പവന് 1,16,800 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റുണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. TJM ഗോൾഡൻ ഡയമണ്ട്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ് തൃശൂർ, സുൽത്താൻപേട്ട് റോഡ് പാലക്കാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്, ഹൃദയം തൊടുന്ന സുവർണ നിമിഷങ്ങൾ. MG റോഡ് തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ് തൃപ്രയാർ. കരുവന്നൂർ ബാങ്ക് ഭരണസമിതി തെരഞ്ഞെടുപ്പിൽ CPM-ന് സമ്പൂർണ്ണ ജയം. ഭരണസമിതിയിലേക്കുള്ള 13 സീറ്റുകളിലും വിജയിച്ചത് CPM പ്രതിനിധികൾ. വേട്ടയാടലുകൾക്കും നുണപ്രചരണത്തിനുമെതിരെ സഹകാരികൾ നൽകിയ ചുട്ട മറുപടിയാണ് വിജയമെന്ന് CPM. ഡോക്ടർമാരുടെ സമരത്തിൽ തൃശൂർ മെഡിക്കൽ കോളേജിന്റെ പ്രവർത്തനം പ്രതിസന്ധിയിലായി. ശമ്പള പരിഷ്കരണം നടപ്പിലാക്കും വരെ സമരം തുടരുമെന്ന് KGMCTA. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങളിലേക്ക് കടന്ന കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വൈകാതെ ഉണ്ടാകുമെന്ന് സൂചന. അപ്രതീക്ഷിത മഴയിൽ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ കൃഷിനാശം. ബുധനാഴ്ച വരെ സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട മഴ തുടരുമെന്ന മുന്നറിയിപ്പ്. ശക്തമായ കാറ്റിനും സാധ്യത. ഹൈന്ദവ ക്ഷേത്രങ്ങൾക്കും വേദപാഠശാലകൾക്കുമായി ഗുരുവായൂർ ദേവസ്വം നൽകിവരുന്ന ധനസഹായം ഉയർത്തണമെന്ന് ദേവസ്വം മന്ത്രി VN വാസവൻ. ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ സമഗ്ര വികസനത്തിനായുള്ള മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതിന് സ്വകാര്യ കമ്പനിയുമായി ധാരണയിലെത്തിയതായി മന്ത്രി. ഈ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.